സുമേഷ് ഇസ് ഗുഡ് ഫോർ എക്സ്പെരിമെന്റ്സ്. ഇവൻ എക്സ്പെരിമെന്റ് ചെയ്യാൻ എടുക്കണം. ഇൻ ഹരിഹർ നഗറിന്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ ഇതിന്റെ ഇടയിൽ റിലീസായ സമയത്ത് ഞാൻ ഒരു മെസ്സേജ് ഇടാം, നമുക്കൊന്നും ചെയ്യേണ്ടതാണ്. പ്രേക്ഷകന്റെ ഔട്ട്സ്മാർട്ട് ചെയ്യാൻ വലിയ പാടാ. ഇതിനകത്ത് നടന്നിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല. ഈ സീരീസ് കൂടുതൽ രാത്രി ഇരുന്ന് കാണുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ എഫക്റ്റീവ് ആവുമെന്ന് പറയുന്നത്. സുമേഷ് ഇടയ്ക്ക് സാറെന്ന് ഉദ്ദേശിച്ച ജീത്തു ജോസഫ്, പുള്ളിക്ക് കൃത്യമായിട്ട് ഇതിന്റെ ഒരു മർമ്മം അറിയുന്ന ഒരാളാണ്. അതായത് ഈ കഥയുടെ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ഇത് ഞാൻ നറേറ്റ് ചെയ്തിട്ടുള്ള ഒരാള് സാറാണ്. ഞാൻ നറേറ്റ് ചെയ്യാൻ നേരം വിനായകരുന്ന് മാറിയിരുന്ന് ഇതിനകത്ത് സാറിന്റെ മുഖത്ത് വരുന്ന റീഡിങ്സ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കും. ആകെയുള്ള പേടി നമ്മൾ 2 വർഷം മുന്നേ ഷൂട്ട് ചെയ്തൊരു സാധനം ഔട്ട്ഡേറ്റഡ് ആയി പോകുമോ എന്നൊരു ടെൻഷനാണ്. നമ്മുടെ ഫേസ് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റ് മിനിമമാണ്. കുറച്ച് നാളായിട്ട് മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു സ്വീറ്റ് ആയിട്ടൊരു അമ്മയല്ല. അക്കിമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ക്യാരക്ടറാണ് സീരീസിനകത്ത് ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള ക്യാരക്ടർ. സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ ഇങ്ങനെ വിജയകരമായി ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യാണ്. ഈ സീരീസിന്റെ സംവിധായകൻ സുമേഷ് നന്ദകുമാർ, DOP ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. സിനിമ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകൾ, നിങ്ങൾ ആദ്യം ചെയ്യുന്ന ഒരു വർക്ക് അതൊരു വെബ് സീരീസ് ആകാൻ, ഒരു വെബ് സീരീസിലൂടെ തുടങ്ങാൻ എന്തായിരുന്നു കാരണം? നമ്മൾ ഈ സബ്ജക്റ്റ് ആദ്യം വിനായകന്റെ അടുത്ത് വന്ന് പറയുന്നത് 2019-20 സമയത്ത്, സെക്കൻഡ് കോവിഡ് ലോക്ക്ഡൌൺ സമയത്താണ്. അപ്പൊ അന്ന് മുതലേ ഇതൊരു OTT സ്പേസിലേക്കുള്ള സബ്ജക്റ്റ് ആയിരുന്നു. അന്ന് സീരീസ് തുടങ്ങിയിട്ടില്ല, പക്ഷെ അന്ന് സിനിമകൾ OTT ഡയറക്റ്റ് ഇറക്കുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആലോചിച്ച് തുടങ്ങിയത് ഈ സബ്ജക്റ്റ്. പിന്നീട് ഇത് സ്ക്രിപ്റ്റായി വന്ന് ഒരു ഫുൾ റൈറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്തേക്ക് കേരള ക്രൈം ഫയൽസിന്റെ ഫസ്റ്റ് മറ്റേ ഹോട്ട്സ്റ്റാറിന്റെ ആദ്യത്തെ മലയാള സീരീസ് അതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്ന സമയമായിരുന്നു. അങ്ങനെയാണ് ഇതിനകത്ത് ഇങ്ങനൊരു സാധ്യത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അവർ ത്രൂ ആ കേരള ക്രൈം ഫയൽസ് ഫസ്റ്റ് സീസണിന്റെ പ്രൊഡ്യൂസർ രാഹുൽ റിജി നായർ, അദ്ദേഹം ഫസ്റ്റ് പ്രിന്റ് സ്റ്റുഡിയോസ്, പുള്ളി ത്രൂ ആയിരുന്നു ഞങ്ങൾ ഹോട്ട്സ്റ്റാറിൽ പോയി ഇത് പിച്ച് ചെയ്യുന്നത്. അപ്പൊ ആദ്യം മുതലേ ഇതൊരു OTTക്കുള്ള അതിനുള്ളതേ ഉള്ളൂ, അതൊരു ചെറിയൊരു പരിപാടിയാണെന്നൊരു ധാരണയിൽ തന്നെയായിരുന്നു നമ്മൾ തുടങ്ങിയത് തന്നെ. അത് ലേറ്റർ ഓൺ ഒരു സീരീസ് ഫോർമാറ്റിലേക്ക് എത്താനുള്ള സാധ്യതകൾ ആ സ്ക്രിപ്റ്റിൽ തന്നെ കൃത്യമായ ഇന്റർവെല്ലുകളിൽ ഓരോ ഡ്രാമാറ്റിക് പീക്ക് പോയിന്റുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അത് സീരീസ് ആക്കാൻ വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ച് അഡീഷൻസ് ഒന്നും ചേർന്നിട്ടില്ല. കൃത്യമായ ഇടവേളകളിൽ അതിന്റെ സാധനം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ അത് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് 6 എപ്പിസോഡുകളാക്കി നമ്മൾ പ്രസന്റ് ചെയ്തു. അത് വർക്ക്ഔട്ടായി. ഡിവൈഡ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത്ര ഷൂട്ടിന്റെ സമയത്ത് എപ്പിസോഡ് എൻഡ് ആയതുകൊണ്ട് നമ്മളത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി ഡ്രാമാറ്റിക് ആയിട്ട് എൻഡ് ചെയ്യണമല്ലോ. അപ്പൊ അത് മാത്രമേ ഒരു വ്യത്യാസം വന്നിട്ടുള്ളൂ. അല്ലാണ്ട് റൈറ്റിംഗിനകത്ത് അത് ആദ്യം മുതൽ എന്തായിരുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. ആലോചിക്കുമ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനത്തെ ഡോണറിലുള്ള സിനിമകൾ ഇങ്ങനെ ഒരുപാട് വരുന്നു, സീരീസുകൾ വരുന്നു, ആളുകൾ കാണുന്നു. ആ സമയത്ത് അങ്ങനെ ഈ ഡോണർ സ്പെസിഫിക് ആയിട്ട് തന്നെ ആലോചിച്ചാണോ ഇങ്ങനെ ഒരു സ്റ്റോറി, അതോ വിനായകൻ ഇങ്ങനെ തോന്നി? ഓക്കെ, ഇല്ല, ഞാൻ വിനായകം പരിചയപ്പെട്ടത് ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ ട്രാൻസ് ആയിരുന്നു. അപ്പൊ അതിന്റെ സെറ്റിൽ വെച്ചിട്ടായിരുന്നു പരിചയപ്പെട്ടത്. അപ്പൊ 2016-17 സമയത്ത് എന്തോ ആയിരുന്നു അത്. അപ്പൊ അന്ന് മുതലേ ഞങ്ങളിങ്ങനെ കഥകൾ, എനിക്ക് ചെയ്യാനായിട്ട് കഥ വേണം എന്ന് ഞാൻ അവനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് വർക്കാവുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓൾസോ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരുപാട് കഥകൾ പറയുന്നുണ്ടെങ്കിലും ഇത് ഒരു മ്യൂച്വലി വർക്കാവുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു കോമൺ സാധനം ആകെ ത്രില്ലറുകളിലും മിസ്റ്ററികളിലും ഡാർക്ക് സാധനങ്ങളിലും ആണുള്ളത്. ബാക്കി എല്ലാത്തിലും ഞങ്ങളുടെ ടേസ്റ്റുകൾ വേറെ. അങ്ങനെയാണ് ഈ ഒരു ജോണ്ടറിൽ പറ്റുന്ന സാധനങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ വന്നത്. അപ്പൊ ആദ്യം 3-4 സബ്ജക്റ്റുകൾ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും അല്ല ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്നത്. അതിൽ ലേറ്റർ ഓൺ ഒരു ദിവസം ഇവൻ ഒരു ലോക്ക്ഡൌൺ സമയത്ത് വിളിച്ചെടുത്തിട്ട് നിനക്ക് അത് തന്നെ ചെയ്യണമെന്നുണ്ടോ, വേറൊരു സാധനം പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചപ്പോഴാണ് അത് ഏതായാലും മതി എന്ന് പറഞ്ഞാണ് ഒരു വീക്കെൻഡിൽ ഇവൻ ഒരു സൂം കോൾ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്നപ്പോഴാണ് ഇപ്പൊ നമ്മൾ കാണുന്നതിന്റെ അറൌണ്ട് 85% അതിനകത്ത് അന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സീൻ ഓർഡർ ആയിട്ട് തന്നെയാണ് അവൻ നറേറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് ഈ കഥയിലേക്ക് ഒന്ന് ലാൻഡ് ചെയ്തത്. അവനെ എപ്പൊ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് മറ്റേ കുഞ്ഞിക്കവിൾ മേഘമൊക്കെ എഴുതിയ ആളാണ് ഈ ഒരു സോണിലേക്ക് വന്നിട്ട് ഒരു കഥ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ വെബ് സീരീസിലേക്ക് ഉന്നെ ആകർഷിച്ച ഒരു ഫാക്ടർ എന്താണ്? ബട്ട് സുമേഷിന്റെ വർക്ക് എന്നുള്ളതല്ലാതെ അല്ല, ഞാനും സുമേഷും തമ്മിൽ ആക്ച്വലി വളരെ കാലം പഴക്കമുള്ള ഒരു ബന്ധമാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയതും ഞങ്ങളുടെ ഡിപ്ലോമ ഒരുമിച്ചാണ് ചെയ്തത്. അതിനവിടെ വെൽക്കമിങ് ആയിട്ട് കിട്ടിയതും അന്ന് മുതലേ ഒരുമിച്ച് വർക്ക് ചെയ്യണം ഒരു തോട്ട് അന്ന് മുതലേ വർക്കാണ്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള ജേർണിയിൽ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് ചെയ്തിട്ടുണ്ടായത്. സുമേഷ് ട്രാൻസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ജീത്തു സാറിൻ്റെ കൂടെ കയറി മൂവികൾ ചെയ്തു. ഞാനും അഭിനന്ദൻ്റെ കൂടെ പടങ്ങൾ അസോസിയേറ്റ് ചെയ്ത് പുള്ളിയുടെ കൂടെ പോയി. കുറേ കാലം അങ്ങനെ സ്പ്ലിറ്റായി പോയി. പക്ഷേ ഇങ്ങനെ ഒരു തോട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സുമേഷ് പറഞ്ഞിട്ടുണ്ടാ നമുക്ക് ചെയ്യണ്ടേ, എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ വന്നു. പിന്നെ അവിടെ നിന്നു. ഇത് പ്രീ കോവിഡ് ആയിരുന്നു. കോവിഡ് ആയ സമയത്ത് ഇവർ പിന്നെ പ്രിപ്പയർ ചെയ്ത്, ഇപ്പോഴൊക്കെ നമ്മൾ ജോബ്ലെസ് ആയിട്ടിരിക്കുന്ന സമയമാണ് കോവിഡ് ആകുമ്പോൾ. അപ്പോൾ ഇവർ ആക്ച്വലി അതിൻ്റെതായിട്ടുള്ള മിനുക്കോണികളും പരിപാടികളൊക്കെ ആയിട്ട് നടന്ന് ഇവർ പിച്ച് ചെയ്ത് പരിപാടി സെറ്റ് ചെയ്ത്
അത് കഴിഞ്ഞിട്ട് ലേറ്റർ സ്റ്റേജിലേക്കാണ് സുമേഷ് എൻ്റെ അടുത്തേക്ക് ഇതുമായിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് തന്നെ വരുന്നത്. അപ്പം അപ്പോഴും അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സംഭവമാണ്. എല്ലായിടത്തും അപ്രോച്ച് ചെയ്ത് ഒന്ന് ഓക്കെ ചിലപ്പോൾ കിട്ടില്ല എന്നുള്ള രീതിയിൽ, പിന്നെ അവരുടെ ആക്സെപ്റ്റൻസ് കിട്ടില്ല എന്നുള്ള രീതിയിൽ, എന്നാൽ ഓൾമോസ്റ്റ് ഒരു 75% 80% നമ്മൾ ഈ വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പം മോറോവർ എന്താ പറയുക, ടെക്നിക്കലി അല്ലെങ്കിൽ സ്റ്റോറി വൈസ് എന്നെ ഇൻട്രസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും ഫാക്ടർ എന്താ വെച്ചാൽ സുമേഷിനകത്ത് വന്നു, സുമേഷ് വിളിച്ചു, ഞാൻ പോയി എന്നുള്ളത് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. കാരണം നമുക്കും ഒരു ഒരു പീരീഡിലായിരുന്നു ഉണ്ടായിരുന്നത്, എന്ന് വെച്ചാൽ കുറച്ചും കൂടെ എക്സ്പെരിമെൻറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ടൈമിലാണ്. സുമേഷ് ഇസ് ഗുഡ് ഫോർ എക്സ്പെരിമെൻറ്റ്സ്. ഇവൻ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ മിടുക്കനാണ്. എല്ലാ ജോണർ എടുത്തു കഴിഞ്ഞാൽ ഏത് ജോണർ എടുത്തിട്ടാണെങ്കിലും അതിനകത്ത് എന്തെങ്കിലും പുതിയതായിട്ടുള്ള പരിപാടികൾ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ള സിനിമാക്കാർ ഇപ്പോൾ മലയാളത്തിലുണ്ട്. എന്നാലും ഞങ്ങൾ ആ ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് കുറവായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെ പറയാം. അപ്പോൾ നമുക്ക് അന്ന് മുതലേ നമ്മളിങ്ങനെ ഈ ഏതാണ് ഈ ഇൻഹരിഹർ നഗറിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ ഇതിൻ്റെ ഇടയിൽ റിലീസായ സമയത്ത് ഞാൻ ഒരു മെസ്സേജ് ഇടാം, നമുക്കൊന്നും ചെയ്യേണ്ടതാണ്, നമുക്ക് ഇങ്ങനെ ഒരു കൂളായിട്ട് നമുക്കിരുന്ന് സെറ്റ്. അല്ലാത്ത സമയത്ത് മലയാള സിനിമ കുറച്ച് റഷാണ്, കൂടെ ഒരാൾ പാർട്ണർ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് എൻ്റെ തോട്ട് വന്നത്. പിന്നെ സ്ക്രിപ്റ്റ് വെച്ചപ്പോൾ ഓക്കെ, ത്രില്ലർ ജോണർ ഏതൊരു സിനിമാറ്റോഗ്രാഫറിനും ആക്ച്വലി ഭയങ്കരമായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഫീൽഡ് അതാണെന്നുള്ള രീതിയിൽ തോന്നി. പിന്നെ ഞങ്ങൾ ഇരുന്ന് അതിൻ്റെ പിന്നാലെയായിട്ട് മുന്നോട്ടങ്ങ് പോയി. അങ്ങനെയാണ് അതിനകത്ത് ഇന്നായത്. ഒരു സിങ്ക് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടില്ലേ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്? കാരണം സിനിമാറ്റോഗ്രാഫറിൻ്റെ അടുത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധനം അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എടാ എനിക്കിതാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അത് കിട്ടുക എന്ന് പറയുന്നത് വലിയതാണ്. മ്യൂസിക് ഡയറക്ടറിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ അതെ ഉണ്ടാവും. അതെ, അവനെ മ്യൂസിക്കിലും എനിക്ക് അവനെ ആക്ച്വലി അവൻ്റെ സുഹൃത്ത് തന്നെയാണ്, വിഷ്ണു ഷാ. അപ്പോൾ അവൻ സാറിൻ്റെ അടുത്ത് മ്യൂസിക് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കുറേ സിനിമകളിൽ ഏടിയായിട്ട് ഉണ്ടായിരുന്നു. ആ സമയത്തും നമ്മുടെ ടേസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഓൾറെഡി സംസാരങ്ങളിൽ നിന്നും മറ്റേ ഇത് ഏതാന്നൊക്കെ പറഞ്ഞ് നമ്മൾ അയച്ചു കൊടുക്കുമല്ലോ, അതിൽ നിന്നൊക്കെ ഇവർ റീഡ് ചെയ്യുമല്ലോ. അതിനകത്ത് രസം ഇപ്പോൾ ഇവൻ്റെ കാര്യത്തിലാണല്ലോ അവൻ്റെ കാര്യത്തിലാണല്ലോ ഇവർക്ക് ധാരണകൾ കിട്ടും നമുക്ക് എന്താണ് വർക്ക് ആവുന്നത് എന്നുള്ളത്. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് പാട്ടുകളാണെങ്കിലും സ്കോർ ആണെങ്കിലും ഒക്കെ. വിഷ്ണുവായിട്ടുള്ള സെഷനകത്ത് ഫസ്റ്റ് എപ്പിസോഡിനകത്ത് മാത്രമാണ് ഇത്തിരി ഒന്ന് ഇരിക്കേണ്ടി വന്നിട്ടുള്ളത്. കാരണം അവൻ ഒരുപാട് മ്യൂസിക്കുകൾ ചെയ്തു വെച്ചു അതിനകത്ത്. അതിന്റെ പങ്ക്ച്വേഷൻസ് മാത്രം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്ത് മാത്രമേ ഉള്ളൂ. ബാക്കി പിന്നെ എല്ലാ എപ്പിസോഡുകളിലും അവൻ ചെയ്യും. കൊള്ളാം, ഓക്കെ. ഒരുപാട് സമയമൊന്നും എൻ്റെ മേളിൽ പോയിട്ടില്ല. സിനിമാറ്റോഗ്രാഫിയുടെ കാര്യത്തിലും അത് തന്നെ. സ്കോറിനിടയിലെ ആ സൈലൻസ് എന്ന് പറയുന്നത് അത് സുമേഷിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ ആണോ അതോ? അത് മ്യൂച്വൽ ആണ്. അത് ഒരാൾക്ക് ക്രെഡിറ്റ് ഒന്നുമില്ല. അത് മ്യൂച്വലി നമ്മൾ ഇത് ചെയ്ത് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. അത് പല സ്റ്റേജുകൾ നടന്നിട്ടുണ്ട്. സ്കോർ ചെയ്യുമ്പോൾ നടന്നിട്ടുണ്ട്, മിക്സ് ചെയ്യുമ്പോൾ നടന്നിട്ടുണ്ട്. അത് പല സ്റ്റേജുകളിൽ സംഭവിക്കുന്ന, അത് ഒരാളുടെ എന്നല്ല. നമുക്ക് എസ്തെറ്റിക്കലി ഗുഡായിട്ട് തരുന്ന ഏത് ഇൻപുട്ട് ആര് തന്നാലും നമുക്ക് എടുക്കുന്നതിന് അതൊരു പ്രശ്നമില്ല. അത് ആര് തന്നാലും എടുക്കും. അത് പല സ്റ്റേജുകളിലായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ക്യാരക്ടേഴ്സിന് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കൊടുക്കുന്നൊരു ഇമേജ് ഉണ്ട്. പ്രൈമറിലി നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനും ഒരു ഇമേജ് കൊടുക്കുന്നു. ഒരു ത്രില്ലറാണ് അല്ലെങ്കിൽ ഒരു ഡ്രാമയാണ്, ഒരു മിസ്റ്ററി അതിനകത്തുണ്ട് എന്നുള്ളത് നമ്മൾ സീരീസ് തുടങ്ങുമ്പോഴേ നമുക്ക് എഴുതി കാണിച്ച് താഴെ ഏത് ജോണറാണെന്ന് കാണിക്കുമ്പോൾ തന്നെ നമ്മൾ ആരെയും വിശ്വസിക്കില്ല. ഒരു പൊതുവെ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, എന്നുവെച്ചാൽ മേക്കറിന് ചീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന് മുമ്പേ ചിന്തിക്കുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ കാണിക്ക്. അതൊരു വലിയ വെല്ലുവിളിയല്ലേ? നമ്മൾ എത്ര ഒരു ഇന്ന ഒരു ഡിസെപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലും അവർ നമ്മളെക്കാട്ടി മുമ്പേ ഒരു പടി മുമ്പേ ചിന്തിച്ചു തുടങ്ങും എന്നുള്ളൊരു സാധനല്ലേ? ഉറപ്പായിട്ടുമാണ്. ഇത്ര എക്സ്പോഷർ ഉള്ള കാലഘട്ടത്തിൽ ചെയ്യാൻ നേരം അത് ഭയങ്കരമായിട്ടൊരു വെല്ലുവിളിയാണ്, പ്രത്യേകിച്ച് ത്രില്ലറിന്റെ ഒക്കെ കാര്യത്തിൽ. അതെ, നമുക്ക് പ്രേക്ഷകന്റെ ഔട്ട്സ്മാർട്ട് ചെയ്യാൻ വലിയ പാടാ. ഇതിനകത്ത് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല. നടന്നവരും ഉണ്ട്, നടക്കാത്തവരും ഉണ്ട്, രണ്ടു കൂട്ടരും ഉണ്ട്. അത് 100% എല്ലാവരും പറ്റിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. സിനിമാറ്റോഗ്രാഫി അതിന് ഭയങ്കരമായിട്ട് സഹായിക്കുന്നില്ല ഈ ഡിസെപ്ഷന്റെ കാര്യത്തില്? ഞങ്ങൾക്ക് ഒരു ടൈം കൺസ്ട്രെയിൻ ഉണ്ടായിരുന്നു. നമുക്കിത് വെബ് സീരീസിന്റെ ഒരു ബിസിനസ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി ഇത് പ്രീ സെയിൽ നടന്നാണ്. ഒരാൾ ഇത്ര ഇൻവെസ്റ്റ് ഉണ്ട് ഇതിനകത്ത് തീർക്കുക എന്നുള്ളതാണല്ലോ. സിനിമ പോലെ നമുക്ക് പിന്നെ ഒരു തിയേറ്ററിൽ പോയിട്ട് ഒരു പ്രോഫിറ്റ് കിട്ടുക, ലേറ്റർ ഓൺ പ്രോഫിറ്റുകളൊന്നുമില്ല. അപ്പം ഞങ്ങളുടെ കൺസ്ട്രെയിൻ ഞങ്ങൾ മീറ്റ് ചെയ്ത് പ്രീ പ്രൊഡക്ഷനിൽ ഞങ്ങൾ ആക്ച്വലി ഒരു മാസത്തോളം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് മൊത്തം വിനായകൻ്റെ സ്ക്രിപ്റ്റിനെ മൊത്തം എടുത്തിട്ട് ഞങ്ങൾ ഡീകോഡ് ചെയ്ത് ലൈൻ ബൈ ലൈൻ ഞങ്ങൾ കട്ട് ചെയ്ത് ഷോർട്സ് പ്രിപ്പയർ ചെയ്ത് ഒരു വിനായകൻ്റെ സ്ക്രിപ്റ്റിന് അത്രയും വലുപ്പമുള്ള തന്നെ ഒരു സ്ക്രിപ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി, ഡിവൈഡ് ചെയ്തുണ്ടാക്കി. അതാണ് ഞങ്ങൾ ശരിക്കും ഹെൽപ്പ് ചെയ്തത്. അപ്പം തന്നെ ഞങ്ങൾക്ക് കണക്ഷൻ, ഒരു മാസത്തേക്ക് ഞങ്ങൾ പിന്നെ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതില്ല. അപ്പം തന്നെ ആ കണക്ഷൻ അവിടെ പ്രോപ്പറായിട്ട് ഞാനും ഇവനും തമ്മിൽ ഉണ്ടായി. എന്ന് വെച്ചാൽ വെറുതെ ഒന്ന് നോക്കിയാൽ പോലും അത് വേണ്ട എന്നുള്ളത് മനസ്സിലാവുന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പം ആ പ്രിപ്പറേഷൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഞങ്ങൾക്ക് നമ്മൾ സിങ്ക് കിട്ടാനും അത് മുന്നോട്ട് നമ്മൾ സൈക്കിൾ കറങ്ങണ പോലെ കറങ്ങി നെക്സ്റ്റ് എന്ന് പറഞ്ഞ് പോകാനും ഇതിനുള്ള റീസൺ ആയത്. അത് നല്ല സ്ട്രോങ് ആയിരുന്നു.
നമുക്ക് ഈ സ്ലോ ബേണർ ആണെന്ന് പറയുമ്പോഴേ നമ്മൾ എവിടെ കൊണ്ട് നിർത്തുന്നു, ഒരു എപ്പിസോഡ് ഏത് ഫ്രെയിമിൽ കൊണ്ട് അവസാനിക്കുന്നു, ഏത് മൊമെന്റിൽ കൊണ്ട് നിർത്തുന്നു, എവിടെ അടുത്ത എപ്പിസോഡിൽ എവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലാണ്. അതെങ്ങനെയായിരുന്നു ഈ സ്ക്രീൻ പ്ലേയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി വിനായകമായിട്ട്? ഇല്ല, അത് ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് അവൻ നറേറ്റ് ചെയ്ത പോയിന്റ് തന്നെ ഇന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നതാണ്. നമ്മള് ഒബ്വിയസ്ലി അടുത്ത എപ്പിസോഡ് കാണണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഹുക്കിംഗ് എലമെന്റ് അവസാനത്തേക്ക് നമ്മൾ നിർത്തേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായിട്ടുള്ള പോയിന്റ് തന്നെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് 6 എപ്പിസോഡ് ആക്കി മാറ്റിയത്. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഒരു ഡ്രാമ ഫീൽ ചെയ്യണത്. ആ ഡ്രാമ ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മറ്റേ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇരുന്ന് ഉണ്ടാക്കിയെടുത്ത് എഴുതി ഉണ്ടാക്കി അങ്ങനെ ആക്കിയെന്നുള്ളൂ. എനിക്ക് വളരെ കാലമായിട്ടുള്ള ഒരു സംശയമാണ്. അതായത് ഈ മിസ്റ്ററി വരിക അല്ലെങ്കിൽ ഒരു ത്രില്ലർ എലമെന്റ് ഉള്ള ഒരു സാധനം വരുന്നു, എന്തുകൊണ്ടാണ് ആളുകൾ ഭയങ്കര കോട ഇറങ്ങുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഇരുട്ടാവുന്ന സ്ഥലങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പൊതുവെ ഭൂരിപക്ഷം ആളുകൾ? എനിക്ക് ഇതിനെ കുറിച്ച് പറയാൻ പറ്റും. അതായത് ഇപ്പൊ റോസ്ലിനെ സംബന്ധിച്ചിടത്തോളം ആ വീട് ഇപ്പൊ കഥ ഇത് കണ്ടവർക്ക് അറിയാം. അത് ഇച്ചിരി ആ കഥാപാത്രങ്ങൾക്കും ഇച്ചിരി ഐസൊലേറ്റഡ് ആയിട്ടൊരു സ്പേസ് ആണ് ആക്ച്വലി ആവശ്യം. നമ്മളിത് കണ്ടു തീർന്നു കഴിഞ്ഞ് തിരിച്ചാലോചിച്ചാൽ പോലും ആളുകൂട്ടമുള്ള അയൽവാസികളുള്ള സ്ഥലങ്ങൾ അവര് പ്രിഫർ ചെയ്യത്തില്ല. ലോജിക്കലി ആലോചിച്ചാൽ ആ കുടുംബം പ്രിഫർ ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ കുടുംബത്തിന് താമസിക്കാനായിട്ട് അനുയോജ്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ വിഷ്വൽ എസ്തെറ്റിക്സിന് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഐസൊലേറ്റഡ് ആയിട്ടൊരു സ്ഥലത്തിന് ഓൾറെഡി ഒരു മൂടിയ സ്വഭാവം, ഒരു മിസ്റ്ററി അപ്പൊ തന്നെ വന്നു കഴിഞ്ഞു. നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. അങ്ങനെ പിന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ സൗണ്ട് എലമെന്റ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, വിഷ്വൽ എലമെന്റ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വരും. കാരണം ഇതൊരു ഓഡിയോ വിഷ്വൽ സാധനം ആയത് കാരണം ഈ ജോണറിന്റെ പ്രത്യേകിച്ച് ഇപ്പൊ സ്ലോ ബേൺ ആകുമ്പോ കഥ എന്തായാലും പയ്യെ നമ്മൾ പറയുന്നത്. ആ പയ്യെ പറയുന്നത് അത് എങ്ങനെയെങ്കിലും ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം ഡിസൈനുകൾ നമുക്ക് ആവശ്യമുണ്ട്. കാഴ്ചയിലും കേൾക്കുന്നതിനകത്തും ഒക്കെ ഈ ഡിസൈനുകൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര സാധനങ്ങളുടെ സപ്പോർട്ട് ഒരു സ്റ്റോറി ടെല്ലർക്ക് ആവശ്യം വരാറുണ്ട്. ആൾക്കാർക്ക് വേഗം റിലേറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഇരുട്ടും തണുപ്പും കോടയും പിന്നെ ഒരു സാധനം കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സീരീസ് കൂടുതൽ രാത്രി ഇരുന്ന് കാണുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ എഫക്റ്റീവ് ആവുമെന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് ഇരുന്ന് രാത്രി ഇരുന്ന് കാണുമ്പോഴത്തേക്കും ഇത് നല്ല സൗണ്ട് സിസ്റ്റവും നല്ല വിഷ്വൽ ക്വാളിറ്റി, കാരണം അത്യാവശ്യം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് വിഷ്വൽ ക്വാളിറ്റി. അതുണ്ടെങ്കിൽ നല്ല രസമായിട്ട് ഇത് കാണാൻ പറ്റും. ഇത് ഈ ഡാർക്ക്നെസ്സിന്റെയും ഈ കോടയൊക്കെ അതിനകത്ത് ചെറുതൊന്നുമല്ല, വലിയ രീതിയിൽ തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് അതിനകത്ത് കയറി ആൾക്കാർ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങൾ. ഇപ്പൊ ഇതിൽ റോസ്ലിൻ എന്ന് പറയുന്ന ഒരു ടീനേജ് ഗേളിന്റെ ഡ്രീം ആണോ റിയാലിറ്റി ആണോ എന്ന് അവർക്ക് തന്നെ വേർതിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് മൊമെന്റ്സുകൾ വരുന്ന ഒരു സ്റ്റോറിയാണ്. അതിന്റെ ഒരു വിഷ്വൽ സെറ്റ് ചെയ്യുന്നതിന്റെ എങ്ങനെയായിരുന്നു, അതിന്റെ മൈൻഡിൽ എങ്ങനെയായിരുന്നു? കാരണം ഒരു പൂർണ്ണമായിട്ട് ഫാന്റസി സാധനമല്ല, ഇത് റിയൽ ആണോ ഇത് അൺറിയൽ ആണോ എന്നുള്ള സാധനം തോന്നിപ്പിക്കുന്ന രീതിയിൽ. സത്യം പറഞ്ഞാൽ സ്ക്രിപ്റ്റിൽ കൃത്യമായിട്ടുണ്ട്. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷൻസ് പകുതിയും മുക്കാലും കുറയും. പിന്നെ നമ്മൾ ഇതിനെങ്ങനെ വിഷ്വലി ഇതിനെങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഡ്രീമിന്റെ സീക്വൻസിനകത്ത് നമ്മൾ കുറച്ച് സർറിയൽ ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. റിയലിസ്റ്റിക്കോ ഡ്രീമോ എന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ വരുന്നിടത്ത് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് നമ്മൾ ടെക്നിക്കലി തന്നെ അതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പടത്തിനകത്ത്. അത് സട്ടിലായിട്ട് അതിനകത്ത് പോകുന്നുള്ളൂ. അതാ പറഞ്ഞത്, കുറച്ച് ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. പിന്നെ മാത്രമല്ല ഇത് കൃത്യമായിട്ടുള്ള ഒരു ഡിഫറൻസിയേഷൻ ഇതിനകത്ത് കാണാൻ പാടില്ല. ആ ഒരു ഫാക്ടറും കൂടി ഉണ്ട്. ഭയങ്കര വെല്ലുവിളിയല്ലേ, കാരണം പക്ഷെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് കാണൂല. അതായത് ബ്ലെൻഡ് ചെയ്തിട്ട് അത് ഇതേപോലെ ഈ പ്രീ പ്രൊഡക്ഷനിൽ ഇരുന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, നമുക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഈ ഒരു ഭാഗങ്ങൾ നമുക്ക് അത് നമ്മൾ ഇച്ചിരി സമയം എടുത്ത് മെനക്കെട്ട്. കാരണം ഞാൻ ഇപ്പം പറഞ്ഞില്ലേ, ഒരു പുസ്തകം പോലെ തന്നെ ഷോർട്ട് ഡിവിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ രാവിലെ നമ്മൾ സെറ്റ് ചെല്ലാൻ നേരം ഇന്നത്തെ സീനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇത് റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ആ ഒരു പേപ്പർ ഉള്ളത് കാരണം ഭയങ്കരമായിട്ട് അസിസ്റ്റൻസിനാണെങ്കിലും പിന്നെ എഡിറ്റർക്കാണെങ്കിലും ഒക്കെ ഇത് ഒരു റെഫറൻസാണ്. സുമേഷ് ഇടയ്ക്ക് സാറെന്ന് ഉദ്ദേശിച്ചത് ജീത്തു ജോസഫ് ആണ്. പുള്ളിയിലേക്ക് ഈ ഷോ റണ്ണർ എന്നുള്ള നിലയിലേക്ക് പുള്ളി എത്തുന്നത്, അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് പുള്ളിക്ക് കൃത്യമായിട്ട് ഇതിന്റെ ഒരു മർമ്മം അറിയുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ത്രില്ലർ എന്നുള്ളതിനെക്കാട്ടി ഈ മിസ്റ്ററി ഡ്രാമ എന്ന് പറയുന്ന ഒരു ജോണറിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ തന്നെ പറയുന്നത്. പുള്ളിയെടുത്ത് കിട്ടി ഇത് ചെന്ന് പിച്ച് ചെയ്യുമ്പോൾ എന്തായിരുന്നു ഒരു റിയാക്ഷൻ? അതായത് ഈ കഥയുടെ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ഇത് ഞാൻ നറേറ്റ് ചെയ്തിട്ടുള്ള ഒരാള് സാറാണ്. സാറും സാറിന്റെ ഫാമിലി, ഇപ്പൊ ലിൻഡ മാം ആണെങ്കിൽ അവരുടെ മക്കളാണെങ്കിൽ അവിടെയാണ് നമ്മൾ ആദ്യം കൊണ്ട് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ വിനായക് ഈ കഥ പറഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം സാറിന്റെ അടുത്ത് എന്ന് പറയുമ്പോൾ ഞാൻ നറേറ്റ് ചെയ്യാൻ നേരം വിനായക് ആയിരുന്നു മാറി ഇരുന്ന് ഇതിനകത്ത് സാറിന്റെ മുഖത്ത് വരുന്ന റീഡിങ്സ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് ആദ്യമേ വർക്കായി.
ഞാൻ പറഞ്ഞില്ല ആദ്യം OTT സ്പേസിൽ സിനിമയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ല. ആ പോയിന്റ് മുതലേ സാർ ഇതിനകത്തുള്ളതാണ്. അപ്പൊ ലേറ്റർ ഓൺ ഇത് ഹോട്ട്സ്റ്റാറിന്റെ അടുത്ത് പിച്ച് ചെയ്ത് സീരീസ് ആകാൻ ചെന്നപ്പോൾ നമ്മൾ സാറിന്റെ അടുത്ത് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്, സാർ കൂടെ നിൽക്കുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ സാർ വളരെ ഹാപ്പി ആയിട്ട്, കാരണം അദ്ദേഹം ആ പ്രൊജക്റ്റിൽ ആ കഥയിൽ എക്സൈറ്റഡ് ആയിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ഇൻപുട്സും അഭിപ്രായങ്ങളും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം സാറിന്റെ സാധനം വർക്കായിട്ടുണ്ട്, അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യും ഉറപ്പായിട്ടും. അപ്പോൾ നമ്മളിത് ഹോട്ട്സ്റ്റാറിന്റെ അടുത്ത് ചെന്ന് ഇതിങ്ങനൊരു കാര്യം ഉണ്ടെന്ന് അറിയിച്ചപ്പോൾ സാറും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരും ഹാപ്പി ആയി. ആക്ച്വലി ഇതിന് അപ്പൊ ഒരു വാല്യൂ അപ്പൊ തന്നെ കയറി. അങ്ങനെയാണ് സാധനത്തിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ആദ്യം മുതലേ ഇതിന്റെ കഥ അറിയാവുന്ന, ഇതിന്റെ കൂടെ സഞ്ചരിക്കുന്ന, കൃത്യമായിട്ടുള്ള ഇൻപുട്സ് നമ്മൾക്ക് തന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളായിരുന്നു സാർ. ചുമ്മാ വെറുതെ പേര് വെച്ചല്ല, കൃത്യമായിട്ടുള്ള റോളുകളും ജോലികളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഓരോ സെക്ഷനുകളിലും ഓരോ ടൈം ലൈനിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. സെറ്റിൽ വരുമായിരുന്നു സാർ, 1-2 തവണ സെറ്റിൽ വന്നിട്ട് പ്രോപ്പറായിട്ട് പുള്ളി നമ്മൾ എടുത്തത് കാണും, നമ്മൾ കൊളാക്കുന്നില്ലല്ലോ എന്ന് പുള്ളി മെഷർ ചെയ്യുന്നുണ്ട്. പുള്ളി അത് കാണും, കണ്ടിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയും. ഫസ്റ്റ് കട്ട് നമ്മൾ കാണിച്ചു, ഡബ് ചെയ്തിട്ട് കാണിച്ചു, ഫൈനൽ കട്ട് കാണിച്ചു, റീ റെക്കോർഡിംഗ് കഴിഞ്ഞ് കാണിച്ചു, ഫൈനൽ കാണിച്ചു. അദ്ദേഹം ഓക്കെ ആയിരുന്നു, അദ്ദേഹം വളരെ ഓക്കെ ആയിരുന്നു. ഈ പറഞ്ഞതുപോലെ ഈ സ്ക്രിപ്റ്റിന്റെ സൈഡിൽ പോലും അദ്ദേഹത്തിന് ആദ്യമേ നമ്മളിത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 1-2 ഇൻപുട്സ് നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മള് ഒരു പ്രത്യേക സിസ്റ്റം തന്നെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ എഡിസിനെ സപ്പോർട്ട് ചെയ്യാൻ. ഉണ്ട്, അദ്ദേഹം അതിപ്പോ നോക്കിയാൽ മനസ്സിലായി. ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ ദൃഢം എന്ന് പറഞ്ഞു, അത് മാർട്ടിൻ അദ്ദേഹത്തിന്റെ ഏടി ആയിരുന്നു. അർഫാ സാഹിബ് അദ്ദേഹം ചെയ്ത മറ്റേ ലെവൽ ക്രോസ്, ഇതിനകത്തൊക്കെ സാർ ഇൻവോൾവ് ആണ്. അപ്പോൾ സാറിന്റെ അസിസ്റ്റൻസ് ആക്ച്വലി മുന്നോട്ട് വന്ന് സിനിമകൾ ചെയ്യാനായിട്ട് അദ്ദേഹം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അദ്ദേഹം സപ്പോർട്ട് ചെയ്ത് വളരെ ഹാപ്പിലി തന്നെ ചെയ്തു തരും. നമ്മള് ഏതെങ്കിലും രീതിയിൽ നമ്മൾ അങ്ങോട്ട് പറയാൻ മടി കാണിച്ചാലും അദ്ദേഹം ഇങ്ങോട്ട് വന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മളെ പുഷ് ചെയ്യും. ഈ ഹോട്ട്സ്റ്റാറുമായിട്ട് ആണ് ഇത് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഹോട്ട്സ്റ്റാർ. അപ്പൊ അവരുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ എങ്ങനെയാണ്, അവരുടെ ഒരു വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്? നമ്മുടെ ഒരു നിർമ്മാതാവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസിന്റെ അടുത്ത് നിന്ന് നേരെ വിപരീതമാണ് അവരുടെ സ്വഭാവം. കുറച്ചുകൂടെ കോർപ്പറേറ്റ് കൾച്ചർ ആയിരിക്കുമല്ലോ. കോർപ്പറേറ്റ് കൾച്ചറിന്റെ വ്യത്യാസമുണ്ട്, അവരുടെ വർക്കിംഗിന്റെ പൈപ്പ് ലൈൻ ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. സമയമെടുക്കും, പ്രൊസീജിയേഴ്സ് കുറെ ഇമെയിൽ ത്രൂ ആണ് അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്നത്. പിന്നെ ക്രിയേറ്റീവ് സൈഡിൽ അവർ ഒരുപാട് ഇൻവോൾവ്മെന്റുകളൊന്നും അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല. അത് നമ്മള് കഥ പിച്ച് ചെയ്ത് കഴിഞ്ഞ് ആദ്യം നമ്മൾ ഫുൾ നറേറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് സബ്മിഷൻ ഉണ്ട്. ആ സ്ക്രിപ്റ്റ് അവർ സ്ക്രിപ്റ്റ് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഫോളോ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ അനാവശ്യമായിട്ട് ഇംപ്രൂവൈസേഷൻ കാര്യങ്ങൾക്കൊന്നും പോകാൻ നിൽക്കരുത്. അഥവാ ഏതെങ്കിലും രീതിയിൽ വളരെ സീരിയസ് ആയിട്ടൊരു സാധനം വേണം എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ പ്രയർ ആയിട്ട് അവരെ ഇൻഫോം ചെയ്ത് നമുക്ക് അതിന്റെ പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ നടക്കും. ഓൺ സെറ്റിൽ നമുക്ക് ഇങ്ങനൊരു സാധനം തോന്നുകയാണ്, ഇങ്ങനെ ഒരു മാറ്റം വരുത്താം, ഈ സീൻ ഇങ്ങനെ അല്ല, അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസ് ഇങ്ങനെ അല്ലാതെ വേറൊരു രീതി പോകാൻ തോന്നിക്കഴിഞ്ഞാൽ അതപ്പോ ഒരു പ്രശ്നം പ്രയറായിട്ട് നമ്മൾ അറിയിക്കണം. ഓൺ ദ സ്പോട്ട് നമ്മളത് പൊളിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവർ കണ്ടു കഴിയാൻ നേരം അഭിപ്രായം പറഞ്ഞേക്കാം. നമ്മളത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് 100% എനിക്ക് അറിയത്തില്ല. നമ്മളത് ഫോളോ ചെയ്യാറാണ് പതിവ്. സ്ക്രിപ്റ്റ് എങ്ങനെയായിരുന്നു അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തേക്കുന്നത്. അപ്പൊ പ്രയറായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ അവർ പെർമിഷൻ തരുമെന്ന് തന്നെയാണ് നമ്മൾ മുൻകൂട്ടി ഇൻഫോം ചെയ്യുന്നത്. ഓൾസോ അവർക്ക് അവരുടേതായിട്ട് സ്റ്റാൻഡേർഡ്സും പ്രാക്ടീസസും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ സെൻസറിങ് പോലെ തന്നെ അവർ കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഷൂട്ടിന് മുന്നേ തന്നെ ഒരു വലിയ ഡോക്യുമെന്റ് ഒക്കെ നമുക്ക് തരും. ഇന്ന കാര്യങ്ങൾ നോക്കണം, ഇന്നത് കാണിക്കാൻ പാടില്ല, ഇന്ന ബ്രാൻഡുകൾ ഉപയോഗിക്കരുത്, അതൊക്കെ മാറ്റം. അതൊക്കെ സ്ക്രിപ്റ്റ് ലെവലിൽ തന്നെ അവർ ഡയലോഗ്സിനകത്തൊക്കെ വല്ലതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ ഒരു ഫിൽട്ടർ ചെയ്യും. ഷൂട്ടിന് മുന്നേ വരുന്ന എന്ത് സാധനവും കൃത്യമായിട്ട് അവർ നോക്കാം. അവര് ഓരോരോ ഫ്രെയിം വെച്ചിട്ട് അവര് ആളുണ്ട് അവിടെ അതൊക്കെ നോക്കാനായിട്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ വേറെ ഫോൺ നമ്പർ കണ്ടു കഴിഞ്ഞാൽ മാസ്ക് ചെയ്യണം എന്നുള്ള പറയും. ബ്രാൻഡ് നെയിം പാസീവ് ആണെങ്കിൽ വലിയ കുഴപ്പത്തില്ല, എവിഡന്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ മാസ്ക് ചെയ്യാൻ പറയും. അങ്ങനെയെല്ലാം ചെയ്യും. പക്ഷെ അതൊക്കെ അതൊന്നും പക്ഷെ ഉപദ്രവമൊന്നുമല്ല. നമുക്ക് വൺസ് നമ്മൾ ഇപ്പൊ ഒരു കോർപ്പറേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ച് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അതിനകത്തുള്ളതാ. അപ്പൊ ഇത് നമ്മൾ ഉൾക്കൊണ്ട് തന്നെ ഇതിനകത്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റേതായിട്ട് കാലതാമസം വരും, അത് വരും, അതങ്ങനെ വരത്തുള്ളൂ. അങ്ങനെ ചെയ്യാനാണല്ലോ നമ്മൾ വന്നേക്കുന്നത് എന്നുള്ളൊരു കാലതാമസം ഉണ്ടായപ്പോ ഒരു ഇതുണ്ടായിരുന്നോ? ആകെയുള്ള പേടി നമ്മൾ 2 വർഷം മുന്നേ ഷൂട്ട് ചെയ്തൊരു സാധനം ഔട്ട്ഡേറ്റഡ് ആയി പോകുമോ എന്നൊരു ടെൻഷൻ ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ എവിടെയൊക്കെ ആയിട്ട് അരട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവരുടെ കലണ്ടർ അനുസരിച്ച് അത് വരത്തുള്ളൂ. അത് അതിന്റെ ഒപ്പം ഉള്ളതാ. ഈ ഒരു OTT പ്ലാറ്റ്ഫോമിന് വേണ്ടി സിനിമാറ്റോഗ്രാഫി ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അതിന്റെ ടെക്നിക്കലി നമുക്കൊരു ബ്രീഫിംഗ് ആക്ച്വലി ഇനീഷ്യലി ഹോട്ട്സ്റ്റാർ തരുന്നുണ്ട്. നമുക്കൊരു മീറ്റിംഗ് വെക്കുമല്ലോ, ഒരു ബോംബെയിലുള്ള അവരുടെ ടെക്നിക്കൽ ഹെഡൊക്കെ ആയിട്ട് നമുക്കൊരു മീറ്റിംഗ് വരും. ആ സമയത്ത് അവർക്ക് വേണ്ട റിക്വയർമെന്റ്സ് അവർ പ്രോപ്പറായിട്ട് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇന്ന ആസ്പെക്ട് റേഷ്യോയിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റൂ. OTT പ്ലാറ്റ്ഫോമിനും അങ്ങനെ പ്രത്യേകം കാണാതിരിക്കില്ല, സ്പെസിഫിക്കേഷൻസ് അവർക്ക് വേണ്ടത് ഇങ്ങനെയാണ്. ഉണ്ട്. ഇവർ ബേസിക്കലി സുമേഷിന് വരുന്ന അത്ര ഇൻവോൾവ്മെന്റ് എനിക്ക് വരില്ല, അത്രയും പോലും വരില്ല. ബേസിക്കലി എനിക്ക് ചെയ്യുമ്പോൾ
നമുക്ക് വാല്യൂസിലാണല്ലോ മീറ്റർ. അപ്പം ഇത്രയും വാല്യൂവിന് താഴെ ലൈറ്റിന്റെ അളവ് അല്ലെങ്കിൽ ഡാർക്ക് ടു ഷാഡോ ടു ഹൈലൈറ്റ് റേഷ്യോന് വ്യത്യാസം വരിക, ഡൈനാമിക് റേഞ്ചിന് വ്യത്യാസം വരിക, ബേൺ ഔട്ട് ആവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ നേരത്തെ തന്നെ പറയും. ഇതൊന്നും ആവാൻ പാടില്ല. ആസ്പെക്ട് റേഷ്യോയുടെ കാര്യം പറയും. അപ്പോൾ ഇത് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ പോയി അവരുടെ പ്രോസസ്സിനകത്ത് സോഫ്റ്റ്വെയർ ആണ് ഇത് ചെക്ക് ചെയ്യുക. അവർക്ക് കണ്ണും ഇതൊന്നും നോക്കൂല. നേരെ സോഫ്റ്റ്വെയറിൽ വാല്യൂ കുറവാണെങ്കിൽ അത് തിരിച്ച് DAയിലേക്ക് വരും. പിന്നെ തിരിച്ചു പോയിട്ട് ഇവിടുന്ന് തിരിച്ചു പോകും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും റീസണിങ് ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്കോപ്പ് ചില സ്ഥലത്ത് നമ്മൾ കുറച്ച് വെക്കും. അപ്പോൾ ഈ സ്കോപ്പ് ചേർത്ത് വെക്കുമ്പോൾ സോഫ്റ്റ്വെയറിൽ വരുമ്പോൾ ഇത്രയും ബ്ലാക്ക് ഏരിയ കൂടി എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ അതിന് നമ്മൾ നമ്മുടേതായിട്ടുള്ള എസ്തെറ്റിക്കലായിട്ട് റീസണിങ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് അവർ ആക്സെപ്റ്റ് ചെയ്യും. അത് പ്രകാരം അവർ തന്ന ഡീറ്റെയിൽസ് പ്രകാരം അങ്ങനെ ടെക്നിക്കലി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള റിക്വയർമെന്റ് നമ്മൾ ആദ്യം തന്നെ, പിന്നെ പ്രീവിയസ്ലി തന്നെ നമ്മൾ 2 ഷോട്ട് അവർക്ക് ടെസ്റ്റിന് അയക്കും എടുത്തിട്ട്. അപ്പം അങ്ങനത്തെ പ്രോസസ്സ് അത് എൻ്റെ കൂടെ തന്നെ നടക്കും. അത് ഇതിൻ്റെ ഇതേപോലെ പറഞ്ഞ പോലെ ഈ കോർപ്പറേറ്റ് സെറ്റപ്പിൽ വരുമ്പോൾ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നടക്കും. അതെന്തായാലും അത് ചെയ്തിട്ട് തന്നെയാണ് പോയിരുന്നത്. ഇതില് ഏറ്റവും ഈ ഇതിന്റെ വർക്കായിട്ടുള്ള 2-3 കാര്യങ്ങളിൽ എന്നുവെച്ചാൽ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒന്ന് സിനിമാറ്റോഗ്രാഫി, സൗണ്ട്, അതിന്റെ മ്യൂസിക് പരിപാടി, പിന്നെ കാസ്റ്റിങ് ഭയങ്കര രസകരമായിട്ടാണ് അത് വന്നിട്ടുള്ളത്. കാസ്റ്റിങ് സത്യം പറഞ്ഞാൽ ഒരു നമ്മളെ ഒന്ന് കബളിപ്പിച്ചിട്ട് ഇതാക്കാവുന്ന രീതിയിലാണ്. നല്ല രീതിയിലുള്ള കാസ്റ്റിംഗ് ആയിരുന്നു അതിന്റെ. ആ കാസ്റ്റിംഗിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? ഈ ക്യാരക്ടേഴ്സ് വിനീത്, മീന, നമ്മുടെ കഥയിലാകെ പ്രധാനമായിട്ട് 4 കഥാപാത്രങ്ങളുള്ളൂ. അപ്പൊ ഈ 4 കഥാപാത്രങ്ങളും ചെയ്യുന്ന ആക്ടേഴ്സ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതും വളരെ എന്താ പറയാ, അത് നല്ലവർ ചെയ്യണം. നന്നായിട്ട് ചെയ്യുന്നവർ ചെയ്തേ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ നല്ല ആർട്ടിസ്റ്റുകൾ ചെയ്യണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമായിരുന്നു. പിന്നെ ഇപ്പൊ പറഞ്ഞ മാതിരി ഒരു OTT പ്ലാറ്റ്ഫോമിന്റെ ഒരു പൈപ്പ് ലൈൻ വെച്ചിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ മാത്രം വെച്ച് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ നമ്മൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ നേരം ഓരോന്നിനും 3-4 ഓപ്ഷനുകൾ വെച്ചിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് പ്രിഫറൻസ് പറയാം, ഇതാണ് നമ്മുടെ പ്രിഫറൻസ്, ഇവരാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മളതിനകത്ത് അത് തന്നെ സംഭവിച്ചു. നമ്മൾ പ്രയോറിറ്റി വെച്ച് കൊടുത്ത എല്ലാവരും നമുക്ക് ഓക്കെ അടിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ഇതിനകത്ത് ഇപ്പൊ മീന മാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഫേസ് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റ് മീന മാമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് ആക്ച്വലി എന്താ പറയാ, മാം ഇതിൽ വേണം എന്നുള്ളതിന് കൃത്യമായിട്ട് നമ്മൾ USP ആയിട്ട് ഉപയോഗിച്ചത്, മാം ജനറലി കുറച്ച് നാളായിട്ട് മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു സ്വീറ്റ് ആയിട്ടൊരു അമ്മയല്ല. ഇച്ചിരി സ്ട്രോങ് ആയിട്ടും സ്റ്റേൺ ആയിട്ടും ഒക്കെ നിന്നിട്ട് ഡിസിഷൻ മേക്കിംഗ് എടുത്ത ഒരു കേപ്പബിൾ സ്വഭാവമുള്ള ഒരു അമ്മയാണ് എന്ന് പറഞ്ഞത് അതിൽ തന്നെയാണ് മാം ആക്ച്വലി ഓക്കെ ആയത്. പിന്നെ കഥ പറഞ്ഞപ്പോൾ മാം വളരെയധികം എന്തൂസിയാസ്റ്റിക് ആയിട്ട് തന്നെയാണ് അതിനെ സ്വീകരിച്ചത്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ വിനീത് സാറാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്ക്രിപ്റ്റിനെ ഇത്രയും ഇഷ്ടപ്പെട്ട വേറൊരാൾ ആ സെറ്റിൽ ഉണ്ടാകത്തില്ല. അദ്ദേഹത്തിന് ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും കാണാപ്പാടം അറിയാവുന്ന പോലെ അത്രയും ബൈഹാർട്ടായിട്ട് വന്നേക്കുന്നത്. പിന്നെ പുള്ളിയെ സംബന്ധിച്ചുള്ള ഈ ക്യാരക്ടർ ഇപ്പൊ കേക്ക് വാക്കാണെന്നാണ്. പുള്ളിയുടെ അല്ലാത്ത കാര്യങ്ങളിൽ പോലും പുള്ളി ഡൗട്ട് വെക്കും. സുമേഷ് ഇതിപ്പോ ഈ ഒരു ഡ്രീം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാന്നുള്ള രീതിയിൽ പുള്ളിയുടെ കഥാപാത്രത്തിന്റെ ആർട്ടിൽ അല്ലാത്ത സാധനത്തിൽ പോലും അദ്ദേഹം എന്താ പറയാ അഭിപ്രായങ്ങളും അറിയാനും ഒക്കെ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഹക്കീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ക്യാരക്ടറാണ് സീരീസിനകത്ത് ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള ക്യാരക്ടർ. കാരണം പുള്ളിയാണ് ഇതിനകത്തേക്ക് ഒരു മിസ്റ്ററിയുടെ എലമെന്റ് കൊണ്ടുവരുന്നത്. ഒരു നെഗറ്റീവ് ഓറയായിട്ട് വരുന്നത് മൂപ്പരാണല്ലോ. അപ്പൊ അതിനകത്തുള്ള പുള്ളിയെ കാസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം ഈ ക്യാരക്ടറിന് അങ്ങനെ ഒരു സ്ക്രീൻ മെമ്മറി കാരണം ഒരു ബാധ്യതയുള്ള ഒരു ആർട്ടിസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ ഒരു എക്സെപ്ഷണൽ ആക്ടർ വേണം താനും. ഓൾസോ ഞാൻ ഹക്കീമിനെ ഈ മീറ്ററിൽ കണ്ടിട്ടില്ല. പുള്ളിയുടെ ഈ ഒരു സട്ടിൽ ലുക്ക് എക്സ്ചേഞ്ചുകളും എക്സ്പ്രഷൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു രസം കാണാനായിട്ട് ഒരു ഹൈ ഉണ്ട്. പുള്ളി അത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതായിരുന്നു ഒരു പ്രധാന കാരണം. പിന്നെ സഞ്ജനയെ സംബന്ധിച്ചിടത്തോളം സഞ്ജന റോസ്ലിൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കഥയിൽ തന്നെ പുള്ളിക്കാരി ഒരു ഇച്ചിരി മൊണോട്ടോണസ് ആണ്. ഏറെക്കുറെ ഒരേ തരത്തിലുള്ള ഇമോഷൻസ് ആണ് ഇവർ മോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പൊ അതൊരിക്കലും അനോയിങ് ആയിട്ട് പോകാൻ പാടില്ല എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ്. ഓൾസോ ഇവർക്ക് 17 വയസ്സ് ഏജ് ഉണ്ടെങ്കിൽ പോലും ഒരു 12 വയസ്സുകാരുടെ ഒരു മെച്യൂരിറ്റിയേ ഉള്ളൂ. അപ്പൊ ആ ഒരു കുട്ടിത്തം ലുക്കിൽ തന്നെ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്, എങ്കിൽ ഇത് ക്യാരക്ടർ നിൽക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ് സഞ്ജനയെ നമ്മൾ ഓഡിഷൻ ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോൾ ആക്ച്വലി കറക്റ്റ് ആയിട്ട് ആ സ്ലോട്ടിൽ ഫിറ്റ് ചെയ്യാനാവുന്നുണ്ട്. ഇതായതിനകത്തുള്ള പ്രധാനപ്പെട്ട ആ കുടുംബത്തിൽ 4 പേര്. പിന്നുള്ളത് ഒരു ആ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞ് നുനു നമ്മൾ വിളിക്കുന്നത് നുനു. അപ്പൊ അവര് 4 പേര്. അപ്പൊ അവരൊരു ഭയങ്കര ആ ഏജ് ഉള്ളെങ്കിലും അവർക്ക് അറിയാം അവർ അഭിനയിക്കാനാണ് വന്നേക്കുന്നുള്ള, അങ്ങനെയൊക്കെ അത്രയൊക്കെ അറിയാം. ആക്ടിങ്ങിനാണ് ഞാൻ പോകുന്നത് എന്നുള്ളതൊക്കെ അവർക്ക് അറിയാം. അവർ വളരെ കോപ്പറേറ്റീവ് ആയിട്ട് വന്നിരിക്കും. നൈറ്റ് ഷൂട്ട് ആണെങ്കിൽ പോലും അവർ വളരെ കുഞ്ഞുറങ്ങേണ്ട സമയമൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും സാരമില്ല, അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒന്നും ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാസ്റ്റിംഗിൽ വന്ന് ലാൻഡ് ചെയ്തത്. ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ പരിപാടിയോ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു? അവര് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മുടെ പ്രൊഡ്യൂസറുടെ പേര് മാത്യു ജോർജ്, നമ്മൾ വിജി സാർ എന്നാണ് വിളിക്കുന്നത്.
അപ്പോ ഈ ഈ ഈ ഒരു സീരീസിന്റെ ഒരു പ്രൊഡക്ഷന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ബഡ്ജറ്റ് ലോക്ക്ഡ് ആണ്, മനസ്സിലായി. അപ്പൊ ബഡ്ജറ്റ് ലോക്കാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇത്ര ഫിഗറിനാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപ എക്സീഡ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനിക്കാണ് അത് ലോസ് വരുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഉള്ള ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ഈ ഈ ഈ ഫിഗറിന് താഴെ ഇത് തീർക്കണം എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞ ഡേയ്സിനുള്ളിൽ ഇത് തീർക്കണം. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ട് പോലും ഇദ്ദേഹം ഈ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ നമ്മളെ വളരെ സപ്പോർട്ടീവായിട്ട് തന്നെ നിന്നിട്ടുള്ളത്. നമുക്ക് തീർക്കാൻ പറ്റി. ആ തീർക്കാൻ പറ്റിയതിന്റെ പ്രധാന കാരണം ആ കമ്പനിയും അതിന്റെ സ്റ്റാഫും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് തന്നെ ഫുൾ ടൈം നിന്നു, അതിന് വേണ്ടിയിട്ട് നിന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്കത് ചെയ്ത് തീർക്കാനും ഹാപ്പി ആയിട്ട് അവസാനിപ്പിക്കാനും ഒക്കെ പറ്റിയത്. ഓക്കെ, എന്തായാലും കൂടുതൽ പേര് ഇനിയും വരും ദിവസങ്ങളിൽ റോസ്ലിനെ സ്ട്രീം ചെയ്യട്ടെ ഹോട്ട്സ്റ്റാറിൽ, നല്ല നല്ല അഭിപ്രായങ്ങൾ ലഭിക്കട്ടെ. അടുത്ത നല്ലൊരു സീരീസ് അല്ലെങ്കിൽ നല്ലൊരു സിനിമയായിട്ട് പിന്നെയും സുമേഷിനെയും ഉണ്ണിയെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.